ഹലോ മച്ചാമാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എങ്ങനെ പെട്ടെന്ന് കോയിൻ എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാം, ഇൻക്രീസ് ആക്കാം, നമുക്ക് ആ കാർ എങ്ങനെ എടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, വേറൊരു കാര്യം കൂടെ പറയാം. എൻ്റെ DC ID ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, ഇപ്പോൾ എന്തായാലും ഈ ഇവൻറ്റ് എന്തായാലും 3 ദിവസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ DC-യിലൊന്ന് എനിക്ക് മെസ്സേജ് ചെയ്യുക. എനിക്ക് അപ്പം ഇങ്ങനെ ഓരോ സംശയമായിട്ട് ഇങ്ങനെ വീഡിയോ ഇടാൻ പറ്റൂല ഗൈസ്. ഇപ്പോൾ ഞാൻ ലീഡർ ബോർഡിൽ ഇപ്പോൾ എന്തായാലും ഫസ്റ്റ് ഓർ സെക്കൻഡ് ഇങ്ങനെ നിൽക്കുകയാണ്, ഞാൻ ടൈറ്റായി ആക്കി നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് മാറി നിന്നാൽ ഞാൻ ഇറങ്ങുന്നതാണ്. അതുകൊണ്ട് മാത്രമാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ എൻ്റെ DC-യിലൊന്ന് മെസ്സേജ് അയക്കുവാണെങ്കിൽ അപ്പം തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ എന്നെ മെസ്സേജ് അയക്കണോ എല്ലാവർക്കും അറിയാം, എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അറിയാൻ ഞാൻ റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ കോയിൻ കിട്ടാവുന്ന ഒന്നാമത്തെ വഴിയെന്ന് വെച്ചാൽ ഈ ഓരോ സ്ഥലത്ത് നമ്മൾ എനർജി പിന്നെ താക്കോൽ ലാസ്റ്റൊക്കെ വരാത്താണ് താക്കോൽ. അല്ലാതെ നമ്മൾ എനർജി കൊടുത്ത് നമ്മൾ ഓരോ സ്ഥലത്ത് അപ്പുറത്തോട്ട് കോയിൻ കൊടുത്ത് പോകാൻ നേരത്ത്, ഓപ്പൺ നെസ്റ്റ് മാപ്പ് കൊടുത്ത് പോകാൻ നേരത്ത് നമുക്ക് കോയിൻ കിട്ടിക്കൊണ്ടിരിക്കും ഗൈസ്. അങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഈ മാപ്പ് ഫുള്ള് വെച്ചാൽ ഏകദേശം ഒരു എട്ട് മാപ്പുണ്ട് ഗൈസ്. ഈ 8 മാപ്പ് നമ്മൾ ഫുള്ള് ഇങ്ങനെ കൊടുക്കാൻ നേരത്ത് നമുക്ക് ഏകദേശം ഒരു 60,000 കോയിൻ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് കിട്ടും ഗൈസ്. അതേപോലെ തന്നെ ഈ 60,000 പോയിൻ്റ് നമ്മൾ അങ്ങോട്ട് കൊടുക്കാൻ നേരത്ത് നമുക്ക് താക്കോൽ വേണ്ടി വരും ഗൈസ്. താക്കോലിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. പക്ഷേ ഫസ്റ്റ് കാര്യം ഇതാണ് ഗൈസ്, ഫസ്റ്റ് ഈ ഒരു കാര്യമാണ് ഗൈസ്. അപ്പോൾ നമ്മൾ സെക്കൻഡാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ഡെയിലി റിവാർഡിൽ തന്നെ ഏകദേശം ഒരു 1,500 കോയിൻ അതിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗൈസ്, ഈ ടാസ്ക് ഉണ്ടല്ലോ, ഈ ടാസ്ക് നിങ്ങളെല്ലാം കംപ്ലീറ്റ് ആയത് നിങ്ങൾ കീ എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ ഒരു 30,000 കോയിൻ കിട്ടുന്നതാണ് ഗൈസ്. അങ്ങനെ 30,000 അല്ലാതെ തന്നെ മറ്റേ ആ മാപ്പിൻ്റെ അകത്ത് ഓരോ സാധനങ്ങൾ നിങ്ങൾ നെക്സ്റ്റിലോട്ട് നിങ്ങൾ അപ്പ് ചെയ്ത് പോകാൻ നേരത്ത് അതിൽ നിന്ന് നിങ്ങൾക്ക് കോയിൻ കിട്ടുന്നതാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആ വണ്ടി നിങ്ങൾക്ക് സുഖമായിട്ട് എടുക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ഫസ്റ്റ് 2 വണ്ടി എടുത്ത് ഗൈസ്. 1,20,000 ഏകദേശം 1,30,000 രൂപയ്ക്ക് ഞാൻ വീഡിയോ ഇട്ടായിരുന്നു, നിങ്ങളെല്ലാവരും കണ്ടു കാണും. ആ വണ്ടി ഞാൻ എടുത്തായിരുന്നു ഗൈസ്. എന്നിട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ 2 ദിവസം കൊണ്ട് ഞാൻ 1,00,000 രൂപ തിരിച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമായിട്ട് ഇത് ഉണ്ടാക്കാം ഗൈസ്. ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഈ 2 വഴി പറഞ്ഞാണ്. ഇപ്പം ഈ 2 വഴി നിങ്ങൾക്ക് ഫസ്റ്റത്തെ വഴി ടാസ്ക് നിങ്ങളെല്ലാവരും കംപ്ലീറ്റ് ചെയ്ത് 30,000 കോയിൻ ആക്കി വെച്ചതെന്ന് എനിക്കറിയാം. അതേപോലെ തന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞ അന്ന് നേരത്തെ ഞാൻ ഒരു കാർ എടുക്കുന്നതിൻ്റെ ട്രിക്ക് പറഞ്ഞാൽ അതിൽ നിന്ന് തന്നെ നിങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കാറിൻ്റെ അവിടെ എത്തിയാലും നിങ്ങൾക്കൊരു 10,000-15,000 കോയിൻ അവിടെ കാണും. അപ്പോൾ ഗൈസ്, ബാക്കി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഡ്രോപ്പാണ് ഗൈസ്. മെയിനായിട്ട് നമ്മൾ ഡ്രോപ്പ് കണ്ടുപിടിക്കണം ഗൈസ്. ഡ്രോപ്പ് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ എളുപ്പമാണ് ഗൈസ്, വേറെ പാടൊന്നുമില്ല, എളുപ്പമാണ്. നിങ്ങൾക്ക് ഞാൻ ഇട്ട ലൊക്കേഷൻ, അല്ലെങ്കിൽ ഞാൻ ഇന്ന് നൈറ്റ് ഒരു ലൊക്കേഷൻ ഇടും ഗൈസ്, അവിടെ നിങ്ങൾ പോയാൽ മതി ഗൈസ്. ഞാൻ പറഞ്ഞതുപോലെ ഒരു ലൊക്കേഷൻ തന്നെ പോയി നിൽക്കില്ല ഗൈസ്, പല ലൊക്കേഷനിലാണ് നിങ്ങൾ ഡ്രോപ്പ് ഇടേണ്ടത് ഗൈസ്. ഇപ്പോൾ ഒരു പ്രാവശ്യം പോയി നിന്ന് നിങ്ങൾക്ക് ഡ്രോപ്പ് കിട്ടിയില്ലെങ്കിൽ അപ്പോഴേ വന്ന് കമൻറ്റ് ഇടും എനിക്ക്, ബ്രോ ആ ലൊക്കേഷൻ വർക്കാവുന്നില്ല, ബ്രോ ഇത് വർക്കാവുന്നില്ല ഗൈസ്. അങ്ങനെയല്ല, നിങ്ങൾ ഓരോ സമയത്ത് ഓരോ ലൊക്കേഷനാണ് കൊണ്ടുവരുന്നത് അവർ, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം ഞാൻ യുസിനിയിൽ ഇപ്പോൾ അടുത്ത കയറുന്നത് അർസമാസിലായിരിക്കും. അപ്പം നിങ്ങൾ ഇനി അടുത്ത യുസിനി വീഴണോരവിടെ നിൽക്കല്ലോ ഒരിക്കലും, അങ്ങനെ നിൽക്കല്ലേ ഗൈസ്. ഓരോ സമയത്ത് അവർ തോന്നിയ സ്ഥലത്തായിരിക്കും. ചിലപ്പോൾ എനിക്ക് 1 പ്രാവശ്യം 3 പ്രാവശ്യം അടുപ്പിച്ച് ഇടവോ പാർക്കിന് ഇട്ടിട്ടുണ്ട് ഗൈസ്, അടുപ്പിച്ചിട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇപ്പോൾ അടുപ്പിച്ച് നിങ്ങൾ വന്ന് നിന്ന സമയത്ത് അടുപ്പിച്ച് നിങ്ങൾ 2 പ്രാവശ്യം ഇങ്ങോട്ട് വന്ന് തലേ വന്ന് വീണെന്ന് വെച്ച് ഡ്രോപ്പ് അടുത്ത് വന്ന് വീണെന്ന് വെച്ചു. അപ്പോൾ നിങ്ങൾ പിന്നെ അവിടെ തന്നെ നിൽക്കുള്ളൂ. അവിടെ നിന്നിട്ട് എന്നെ കമൻറ്റ് ഒന്ന് പറയും ഗൈസ്, ഇത് വർക്കിംഗ് ആവണില്ല, അത് വർക്കിംഗ് ആവില്ല ഗൈസ്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ ഇന്ന് ലൊക്കേഷൻ ഇടാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ലീഡർ ബോർഡിൽ ഫസ്റ്റ് നിൽക്കുകയാണ് ഗൈസ്. ഫസ്റ്റ് നിൽക്കുകയാണ്. എനിക്ക് എന്തായാലും ഫസ്റ്റ് തന്നെ കീപ്പ് ചെയ്യണം. എനിക്ക് ആ ബൈക്ക് എടുക്കാനാണ്. അപ്പോൾ എനിക്ക് ആ ലീഡ് തന്നെ കീപ്പ് ചെയ്യണം ഗൈസ്. ഇനി എനിക്ക് മേലോട്ട് അപ്പ് ചെയ്ത് കയറത്തില്ല, എൻ്റെ ബാലൻസ് എല്ലാം നിറഞ്ഞിട്ടുണ്ട്. അപ്പം താക്കോലെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി താക്കോലെടുക്കാൻ നടക്കുന്നതിൽ ഇനി എനിക്ക് പോയിൻറ്റ്സാണ് വേണ്ടത്. അപ്പോൾ ഗൈസ്, നമ്മളെ
ഫസ്റ്റ് ഡ്രോപ്പ് നമുക്ക് ഒരു ഡ്രോപ്പ് 4 പേർക്ക് എടുക്കാം ഗൈസ്. അങ്ങനെ ഫസ്റ്റ് ഡ്രോപ്പ് എടുക്കണവർക്ക് 1000 കോയിൻ കിട്ടും. സെക്കൻഡ് 1000 കോയിന് 3 താക്കോലും കിട്ടും. അതേപോലെ തന്നെ സെക്കൻഡ് ഡ്രോപ്പ് ഗ്രാബ് ചെയ്യണവർക്ക് 500 കോയിനും 2 താക്കോലും കിട്ടും. അതേപോലെ തന്നെ തേർഡ് ഗ്രാബ് ചെയ്യണവർക്ക് 400 കോയിനും 1 താക്കോലും കിട്ടും. അതേപോലെ തന്നെ ലാസ്റ്റ് ഗ്രാബ് ചെയ്യണവർക്ക് 300 കോയിനും കിട്ടും. ഈ കോയിൻ്റെ ഇടയിൽ മറ്റേ എനർജിയും കൂടെ ഉണ്ട്. എനർജി ഞാൻ വിട്ടുപോയതാണ് ഗൈസ്. എനർജി ഉണ്ട്. എനർജി 10ഉം 7ഉം 5ഉം 3ഉം അങ്ങനെയാണ് കിട്ടണത് ഗൈസ്. അപ്പോൾ ലാസ്റ്റ് എടുക്കണവർക്ക് നിങ്ങൾക്ക് കീ കിട്ടൂല. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിനെ കൂട്ടി ഓരോ ഐഡിയും ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്ന സ്ഥലത്ത് നിന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ഞാൻ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ ഫാമിലിയുള്ള എല്ലാ മെമ്പേഴ്സും ഓരോ സ്ഥലത്ത് പോയി നിൽക്കും. നമ്മളെ ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഡ്രോപ്പ് കിട്ടുള്ളൂ. ഇപ്പോൾ കിട്ടൂലെന്ന് പറയില്ല. നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് തേടി കണ്ടുപിടിച്ച് എത്തുന്ന സമയത്ത് ആ ഡ്രോപ്പ് വേറെ ആരെങ്കിലും എടുക്കും. അതേപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സാ ഫാമിലിയുള്ള മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ നല്ല ചാൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു 3 ഡ്രോപ്പ് മിസ്സായാലും അടുത്ത നെക്സ്റ്റ് 2 ഡ്രോപ്പെങ്കിലും നിങ്ങൾക്ക് തിരിച്ച് പിടിക്കാം. എന്ന് വെച്ചാൽ 1 മണിക്കൂറിൽ 3 ഡ്രോപ്പാണ് വീണത്. അതേപോലെ തന്നെ ആ 3 ഡ്രോപ്പ് നിങ്ങൾക്ക് 1 മണിക്കൂർ മിസ്സായി, അടുത്ത 3 മണിക്കൂർ നിങ്ങൾക്ക് തിരിച്ച് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എത്ര താക്കോലായി. അതേപോലെ നിങ്ങൾ കൂട്ടുകാരന്മാരായിട്ട് എല്ലാവരും കട്ടയ്ക്ക് ശ്രമിച്ചിട്ട് ഈ 2 ദിവസമുള്ള ഗൈസ് 3 ദിവസമുള്ള ഗൈസ് 3 ദിവസമുള്ളിൽ നിങ്ങൾ ഇവൻ്റ് എല്ലാം കംപ്ലീറ്റ് ആക്കി ആ ഒരു കോയിൻ കൊടുത്ത് നിങ്ങൾ ആ വണ്ടി എടുക്കണം ഗൈസ്. മറ്റേ ട്രിക്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വണ്ടി കിട്ടിയത് എനിക്ക് DC ഒന്ന് മെസ്സേജ് അയച്ചായിരുന്നു. കിട്ടിയവരെല്ലാവരും എൻ്റെ മെസ്സേജ് അയച്ചായിരുന്നു. അപ്പോൾ ആ വീഡിയോയിലും ഞാൻ ഇപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ എനിക്ക് വന്ന് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ ഒരു സെപ്പറേറ്റ് DC ഗ്രൂപ്പ് ഞാൻ ഉടനെ ഉണ്ടാക്കും. അപ്പം നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൻ്റെ അകത്ത് എന്തെങ്കിലും വന്ന് പറഞ്ഞാലും മതി. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി ഗൈസ്. അപ്പം എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.